2 ദിനവൃത്താന്തം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം ഓദേദിന്റെ മകനായ അസര്യാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവൻ ആസയെ എതിരേറ്റു അവനോട് പറഞ്ഞതെന്നാൽ, ആസയും എല്ലാ യഹൂദ്യരും ബെന്യാമീന്യരും ആയുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ യഹോവയോടുകൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. ഇസ്രയേൽ ഇപ്പോൾ ബഹുകാലമായി സത്യദൈവവും ഉപദേശിക്കുന്ന പുരോഹിതനും ന്യായപ്രമാണവും ഇല്ലാതിരിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ ഞെരുക്കത്തിൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിഞ്ഞു അവനെ അന്വേഷിച്ചപ്പോൾ അവർ അവനെ കണ്ടെത്തി. ആ കാലത്തു പോക്കുവരവിനും സമാധാനം ഇല്ലാതവണ്ണം ദേശനിവാസികൾക്കൊക്കെയും മഹാകലാപങ്ങൾ ഭവിച്ചു. ദൈവം അവരെ സകലവിധ കഷ്ടങ്ങളാലും പീഡിപ്പിച്ചതുകൊണ്ട് ജാതിയെയും പട്ടണത്തെയും തകർത്തു കളഞ്ഞു. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. ആസ ഈ വാക്കുകളും ഓദേദ് പ്രവാചകന്റെ പ്രവചനവും കേട്ടപ്പോൾ അവൻ ധൈര്യപ്പെട്ടു. യഹൂദയുടെയും ബെന്യാമീന്റെയും ദേശത്തു നിന്നൊക്കെയും എഫ്രയീം മലനാട്ടിൽ അവൻ പിടിച്ചിരുന്ന പട്ടണങ്ങളിൽ നിന്നും വിഗ്രഹങ്ങളെയും നീക്കിക്കളയുകയും യഹോവയുടെ മണ്ഡപത്തിൻ മുമ്പിലുള്ള യഹോവയുടെ യാഗപീഠം പുതുക്കുകയും ചെയ്തു. പിന്നെ അവൻ എല്ലാ യഹൂദ്യരെയും ബെന്യാമീന്യരെയും എഫ്രയീമിൽ നിന്നും മനശ്ശെയിൽ നിന്നും ശിമെയോനിൽ നിന്നും അവരുടെ അടുക്കൽ വന്നു പാർക്കുന്നവരെയും കൂട്ടിവരുത്തി. അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെയുണ്ട് എന്ന് കണ്ടിട്ട് ഇസ്രയേലിൽ നിന്ന് അനേകർ വന്നു അവനോട് ചേർന്നു. ഇങ്ങനെ അവർ ആസയുടെ വാഴ്ചയുടെ 17-ാം ആണ്ടിൽ 3-ാം മാസത്തിൽ യെരൂശലേമിൽ വന്നുകൂടി. തങ്ങൾ കൊണ്ടുവന്ന കൊള്ളയിൽ നിന്ന് അവർ 700 കാളയെയും 7000 ആടിനെയും അന്ന് യഹോവയ്ക്ക് യാഗം കഴിച്ചു. പിന്നെ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചുകൊള്ളാമെന്നും ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാത്തവർ മരണശിക്ഷ അനുഭവിക്കണമെന്നും ഒരു നിയമം ചെയ്തു. അവർ മഹാഘോഷത്തോടും ആർപ്പോടും കാഹളങ്ങളോടും കുഴലുകളോടും കൂടെ യഹോവയോട് സത്യം ചെയ്തു. എല്ലാ യഹൂദ്യരും സത്യനിമിത്തം സന്തോഷിച്ചു. അവർ പൂർണ്ണ ഹൃദയത്തോടെ സത്യം ചെയ്ത് പൂർണ്ണ താൽപര്യത്തോടും കൂടെ അവനെ അന്വേഷിച്ചതുകൊണ്ട് അവർ അവനെ കണ്ടെത്തുകയും യഹോവ അവർക്ക് ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു. ആസ രാജാവ് തന്റെ അമ്മയായ മയഖയെയും അവൾക്കു അശേരയ്ക്ക് ഒരു വിഗ്രഹം ഉണ്ടാക്കിയിരുന്നതുകൊണ്ട് രാജസ്ഥാനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവളുടെ വിഗ്രഹം ആസ വെട്ടി തകർത്തു കിദ്രോൻ തോട്ടിങ്കൽ വെച്ച് ചുട്ടുകളഞ്ഞു. എന്നാൽ പൂജാഗിരികൾക്ക് ഇസ്രയേലിൽ നീക്കം വന്നില്ല. എങ്കിലും ആസയുടെ ഹൃദയം അവന്റെ ജീവകാലമൊക്കെയും ഏകാഗ്രമായിരുന്നു. വെള്ളി, പൊന്ന്, ഉപകരണങ്ങൾ എന്നിങ്ങനെ തന്റെ അപ്പൻ നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചതുമായ വസ്തുക്കളെ അവൻ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. ആസയുടെ വാഴ്ചയുടെ 35-ാം സംവത്സരം വരെ പിന്നെ യുദ്ധമുണ്ടായില്ല.